ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു IT Info അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തു നിന്നുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി മുതൽ അവരുടെ മെസ്സേജിംഗ് സംവിധാനത്തിലുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവർ ഒഴിവാക്കുകയാണ്. ഇതുകൊണ്ട് എന്താണെന്നല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി അയക്കുന്ന എല്ലാ മെസ്സേജുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അത് അയക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ എന്താ ഡാറ്റ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതൊരാൾക്കും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ടീമിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇനി വരുന്ന മെയ് മാസം 8-ാം തീയതിക്ക് ശേഷം അവർ ഈ ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫുള്ളും നമ്മുടെ പ്രൈവസിനെ ബാധിക്കും. കാരണം നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജുകളും നമുക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും പ്ലസ് ഇൻസ്റ്റഗ്രാമിൻ്റെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, ആ മെസ്സേജുകളെല്ലാം മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇതുവഴി നമ്മുടെ ഒരു പ്രൈവസി അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജുകളും ഇനി മുതൽ അങ്ങോട്ട് സേഫ് അല്ല. കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഹാക്കർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റകൾ ഈ മെസ്സേജുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാം പറയുന്നത്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും കൂടി വരികയാണ്. അതായത് പല രീതിയിലുള്ള ചൂഷണങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിന് മറവായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാം ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പ്രൈവസിയായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ വാട്സപ്പ് യൂസ് ചെയ്യുക. കാരണം വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവരിപ്പോഴും നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിന് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.